പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൽ ജി സുധാകരന് CPM നേതാവിന്റെ വക്കീൽ നോട്ടീസ്. ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നഗരസഭാ LDF കക്ഷി നേതാവുമായ BG വിഷ്ണുവാണ് നോട്ടീസ് അയച്ചത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഘു, പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നടക്കം ചില പ്രയോഗങ്ങൾ ചില നേതാക്കൾക്കെതിരെ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചതടക്കം എന്തൊക്കെ പ്രതിരോധം അല്ലെങ്കിൽ മറുപടി എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണ് CPM ഉദ്ദേശിക്കുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൽ ജി സുധാകരനെതിരെ പ്രാദേശിക CPM നേതാവ് വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും നഗരസഭ LDF കക്ഷി നേതാവുമായ BG വിഷ്ണുവാണ് നോട്ടീസ് അയച്ചത്. പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകും എന്നതാണ് നിലപാട്. രഘുനാഥ് നാരായണനുണ്ട്. രഘു, വിവരങ്ങൾ. രഘു, രഘു ക്ഷമിക്കണം, രഘുവിനെ കേൾക്കാൻ കഴിയുന്നില്ല. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച് ജി സുധാകരന്റെ പരാമർശത്തിൽ CPM എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? രതീഷ്, ജി സുധാകരൻ CPM-ൽ നിന്ന് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ UDF-നോട് അദ്ദേഹം സഹകരിക്കുന്നതിന് മുൻപ് തന്നെ CPM ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ആലപ്പുഴയിലെ പാർട്ടിക്കകത്ത് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ചില ആളുകളുടെ പേര് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. H. സലാം ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് അദ്ദേഹം ഇക്കാര്യത്തിൽ പറയാറുണ്ട്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിനിടെയാണ് BG വിഷ്ണുവിൻ്റെ പേരും പറയുന്നത്. അദ്ദേഹം DYFയുടെയും SFIയുടെയും ഒക്കെ ജില്ലാ ഭാരവാഹിയായിരുന്നു. 10 വർഷം കൗൺസിലറായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയൊക്കെ ഭാരവാഹിയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനലിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നോട്ടീസിൽ. ശരി.